ഹായ്, നമ്മൾ ഇന്ന് ബിസിനസ് പ്രൈം ടോക്കിന്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ ഒറ്റയ്ക്ക് ബിസിനസ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തിരക്ക് പിടിച്ച് നടക്കുന്ന ബിസിനസ് ഓണേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പലരും പറയും അയാൾക്ക് നിന്ന് തിരിയാൻ ഒഴിവില്ലാന്ന്. പക്ഷേ എന്തോ അതൊരു സേഫ് സോൺ ആയിട്ട് തോന്നുന്നില്ല. നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. സാറേ, അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ തിരക്ക് പിടിച്ച് നടക്കുന്ന ബിസിനസ് മാൻമാരുണ്ടാവും. അവരെന്നെ പറയും എനിക്ക് നിന്ന് തിരിയാൻ ഒഴിവില്ലാന്ന്. നാട്ടുകാരെ കണ്ണിലൊക്കെ അവർ വലിയ ഹീറോ ആയിരിക്കും. അപ്പോ എന്തായിരിക്കും ഒറ്റയ്ക്ക് ബിസിനസ് നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ പിഴവുകൾ എന്തൊക്കെയായിരിക്കും? ഞാൻ തന്നെ ആ ലിസ്റ്റിലായിരുന്നു. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. സപ്ലയറെ കാണുക, വാട്സപ്പിൽ റിപ്ലൈ ചെയ്യുക, കാൽക്കുലേഷൻസ് നോക്കുക. പക്ഷേ ഒരിക്കൽ എൻക്വയറി കണ്ട് ഞാൻ മറുപടി പറയാനാവാത്ത ഒരു സിറ്റുവേഷനിൽ എത്തിയപ്പോൾ എൻ്റെ റെഗുലർ കസ്റ്റമേഴ്സ് വരെ പോയി എന്നുള്ളതാണ്. അപ്പോൾ സാറിന് എന്ത് തോന്നുന്നു ഈ കാര്യത്തിൽ? സിസ്റ്റം ഇല്ലാത്തത് എന്ന് വലിയ പിഴവാണ്. സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഫസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ലാക്ക് ഓഫ് ഡെലിഗേഷനാണ്. അത് വലിയ പിഴവ്. കാരണം എല്ലാം ഈ ഓണറുടെ തലയിൽ തന്നെ ആവുക. ഈ ലാക്ക് ഓഫ് ഡെലിഗേഷനെ കുറിച്ച് സാർ ഇപ്പോൾ പറഞ്ഞല്ലോ. ഇത് മൂലം ഉണ്ടാകുന്ന അടുത്തൊരു മിസ്റ്റേക്ക്, അതായത് രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്തായിരിക്കും? കാരണം എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. ഒരാളെ ഡെലിഗേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായി നാം ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ചൊരു പ്രോസസ്സ് നമുക്കുണ്ടാവണം. അപ്പോൾ ആ പ്രോസസ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആളെ എങ്ങനെയാണ് ഡെലിഗേറ്റ് ചെയ്യേണ്ടത് നമ്മൾ അറിയേണ്ടത്. പലപ്പോഴും നമുക്ക് ഒരാളെ കിട്ടുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? പരിചയക്കാരൊരാളെ എടുക്കും, അല്ലെങ്കിൽ പരിചയക്കാരൊരാളെ റിക്വയർമെൻറ്റ് നൽകുമ്പോൾ അങ്ങനെ എടുക്കും. വരുന്ന ആളോട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ എന്താണ് ഇയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ അവർക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും, അത് കറക്റ്റായിട്ട് ഇവിടെ ക്ലാരിറ്റി വരില്ല. സോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ ശരിക്കും ആകുന്നുണ്ട്. അപ്പോൾ കച്ചവടം നടക്കണില്ല, വേണ്ടതുപോലെ ആകുന്നില്ല. അപ്പോൾ ഉടനെ എന്ത് ചെയ്യും? ഈ സ്റ്റാഫിനെ മാറ്റി അടുത്ത സ്റ്റാഫിനെ വെക്കും. പക്ഷേ ഇതുകൊണ്ട് പെർഫോമൻസ് അവിടെ മികയ്ക്കുന്നില്ല എന്നുള്ളതാണ്. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് SOP ഇല്ല, സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഇല്ല എന്ന് തന്നെയാണ്. ഇതിന് ഏറ്റവും വലിയ ഒരു സൊല്യൂഷൻ നമ്മളൊരു സിസ്റ്റം കൊണ്ടുവരിക, സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ SOP കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, ഞാനും ഇതിൽ വീണ് പോയിട്ടുണ്ട്. പിന്നീട് സിസ്റ്റം ക്രിയേഷൻ ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഷോപ്പ് ഒന്നും ഭംഗിയായി പോയി തുടങ്ങിയിട്ടുള്ളത്. ഡെലിഗേഷൻ്റെ ആ ടൂളുകൾ കറക്റ്റായിട്ട് കൊണ്ടുവന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ലാക്ക് ഓഫ് ഡെലിഗേഷൻ കൊണ്ട് വരുന്ന ഒരു മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്തായിരിക്കും സാറേ? മൂന്നാമത്തത് എന്നല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് നോ കോസ്റ്റ് പ്രോഫിറ്റ് വിസിബിലിറ്റിയാണ്. കാരണം പ്രോഫിറ്റ് ഉണ്ടെന്ന് തോന്നുകയാണ്, ആ തോന്നൽ മാത്രമേ ഉള്ളൂ. പലപ്പോഴും പല ആളുകളും വന്നു കഴിയുമ്പോൾ ആദ്യത്തെ ഒരു ചെക്കപ്പ് ഉണ്ട്, ബിസിനസ് ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ ഈ ഫിനാൻഷ്യൽ ടൂളുകൾ വെച്ച് കറക്റ്റായിട്ട് നമ്മൾ ഡെയിലി സെയിൽസ്, അവരുടെ ഡെയിലി കോസ്റ്റ്, അതുപോലെ ഡെയിലി GP, അതുപോലെ തന്നെ എക്സ്പെൻസ്, പിന്നെ മിസ്സലേനിയസ് എല്ലാം കഴിഞ്ഞ് നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ ലോസ് ആയിരിക്കും. പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ള തോന്നൽ മാത്രമാണ്. ഇപ്പോൾ ഡാമേജിൻ്റെ നോക്കില്ല, കോസ്റ്റ് അനാലിസിസ്, അതുപോലെ തന്നെ എക്സ്പെൻസ് അനാലിസിസ്, ഇങ്ങനെ പല കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഈ വിഷയത്തിൽ ഒരു വ്യക്തത ഓൺട്രപ്രണേഴ്സിന് വരാറുള്ളത്. അപ്പോൾ ഒരു ഡെലിഗേഷൻ എന്നതിൻ്റെ തന്നെ കാരണം ഒറ്റയ്ക്കൊരാൾ ചലിപ്പിക്കുന്നതിൽ നിന്ന് ഒരാളെ ഡെലിഗേറ്റ് ചെയ്ത് ആ ഡെലിഗേഷനിൽ നിന്നാണല്ലോ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ വെൻ വി ഡു എക്സ്പെൻസ് അനാലിസിസ് 60% പണം ഇടുന്ന കുഴിയിൽ തന്നെ പോവുകയാണ്. അതായത് ഒരു പാത്രത്തിൻ്റെ ചുവട്ടിലൊരു ദ്വാരം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സാധനം നമ്മൾ അതിലേക്ക് നിക്ഷേപിച്ചാലും ആ ദ്വാരത്തിലൂടെ പുറത്തു പോവാണ്. ഇവിടെ ബിസിനസ്സിൽ വരുന്നത് ക്യാഷ് ഫ്ലോ ഉണ്ട്. ഒരു ബിസിനസ്സിൽ പലപ്പോഴും പ്രോപ്പറായ ആക്ടിവിറ്റീസ് ഇല്ലാതെ, SOP ഇല്ലാതെ, അതുപോലെ നല്ലൊരു സിസ്റ്റം, SOP മാത്രം കൊണ്ട് സിസ്റ്റം ആവില്ലല്ലോ, ഇല്ലാത്തത് കൊണ്ട് തന്നെ എക്സ്പാൻഷൻ അധികരിച്ച് വരികയാണ്. പല ബിസിനസ്സുകളും സ്റ്റാർട്ടപ്പ് അത് പുറത്തേക്ക് തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പോവുകയാണ്, നഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്? 3 വർഷം പോലെ തയ്ക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം ഈ വരുന്ന ഫണ്ടിൽ നിന്ന് ചോർച്ചയാണ്. അതായത് ഈ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ തിരിച്ച് റിട്ടേൺ ഇതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ആ ഫണ്ട് അവരുടെ തന്നെ മറ്റൊരു ബിസിനസ്സിലേക്ക് പോവുകയാണ്. അതൊരു പ്രോപ്പർ സിസ്റ്റത്തിലല്ല ബിസിനസ്. ഒറ്റയ്ക്ക് ഈ ഭാഗത്ത് നേരിടുന്ന അതേ പ്രതിസന്ധികൾക്ക് അപ്പുറമാണ് ആ സ്ഥലത്ത് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഡെലിഗേഷൻ സ്ട്രാറ്റജിയുടെ മിസ്റ്റേക്ക് തന്നെയാണ്. പലപ്പോഴും ഓണർ ഇല്ലാതെ തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവർക്ക് ആഗ്രഹം. പക്ഷേ ഈ ഡെലിഗേഷൻ സ്ട്രാറ്റജി ശരിയാകാതെ വരുമ്പോൾ ഈ ക്യാഷ് ഫ്ലോയെ, പോസിറ്റീവ് ക്യാഷ് ഫ്ലോയെ സാരമായി അത് ബാധിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും മറുവശം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഈ ടീമിനെ
നാം ഏൽപ്പിക്കുന്ന പണി അവർ ഭംഗിയായി ചെയ്യും. പക്ഷേ ഈ ഓണർ ചിന്തിക്കുന്ന പോലെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് പറ്റുന്ന ഒരു പ്രവർത്തനം ചെയ്യാനുള്ള ഒരു നോളജ് അവർക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതൊരു ഇൻസൈറ്റാണ്. ബിസിനസ്സിൻ്റെ ഇൻസൈറ്റ്സ് വേണം. വിശദത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഡാറ്റയിൽ നിന്ന്, നോളജിൽ നിന്ന്, എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഇൻസൈറ്റ്സ് ഉണ്ടായി അത് വിശദത്തിലേക്ക് പോകാൻ കഴിയണം. അതില്ല. അപ്പോൾ അതിന് എംപ്ലോയിയെ പറഞ്ഞിട്ട് കാര്യമില്ല. എംപ്ലോയിക്ക് കൃത്യമായൊരു ധാരണ എംപ്ലോയർ തന്നെ കൊടുക്കണം. റൈറ്റ്. ഓക്കെ. യെസ്. അപ്പോൾ സാറേ ഒരു സംശയം, അപ്പോൾ നമ്മളെല്ലാ ബിസിനസ്സുകൾക്കും നമുക്ക് ഒരു സിസ്റ്റം മതിയാവോ? അത് കഴിയില്ല. കാരണം ഒരു ടൈലർ സ്ട്രക്ചറാണ് നമുക്ക് വേണ്ടത്. ഓക്കെ. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റിംഗ് മാർഗം എടുത്തിട്ട് ഇപ്പോൾ ഓരോ ബിസിനസ്സിലും സെറ്റ് ചെയ്യാൻ കഴിയില്ല. പറ്റുമോ? പറ്റില്ല. കാരണം ഏതെങ്കിലും ഒരു കോമൺ ബിസിനസ് കണ്ട അവർ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മളീകരിച്ച് നോക്കുമ്പോൾ നമ്മുടെ റിസോഴ്സ് എന്താണെന്ന് നോക്കണം. നമ്മളെ ബിസിനസ്സിനനുസരിച്ചുള്ള ഒരു സിസ്റ്റം വേണം. നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ചുള്ള സിസ്റ്റം വേണം. കാരണം നമ്മുടെ റിസോഴ്സ് എന്താണ്, നമുക്ക് ഔട്ട്സോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആരാണിപ്പോൾ, നമ്മൾ എന്താണ്, നമ്മൾ എവിടെ നിൽക്കണത് എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് വേണ്ടത് എന്ത് ആർജിക്കണം. നമുക്ക് ഏത് രീതിയിൽ നമ്മളിപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാ ടീമിൻ്റെയും എക്സിക്യൂഷൻ ഒരുപോലെ അല്ല. പലതും പല രീതിയിലാണ്. ശരിയല്ലേ? അതെ അതെ. കാരണം എന്ന് വെച്ചാൽ ഓരോ ടീമും ആ ടീമിന് അവരുടേതായ ഒരു ഹാബിറ്റ് ഉണ്ടാവും, അവരുടേതായ ഒരു വർക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതനുസരിച്ച് സിമ്പിളായിട്ട് ഇത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ പറ്റണം. ബിസിനസ്സിലെ ഏറ്റവും പല പ്രതിസന്ധികൾ എന്ന് പറയുന്നത് സിസ്റ്റമൊക്കെ ഇപ്പോൾ ഓൾറെഡി ഐഡിയ ഉണ്ടാവും ഓണർക്ക്, എംപ്ലോയർക്ക് തന്നെ ഐഡിയ ഉണ്ടാവും. എംപ്ലോയറേക്കാൾ നല്ല ഐഡിയ ഉള്ള ആളായിരിക്കും ഈ എംപ്ലോയി ആയി വരുന്ന ആളും. പക്ഷേ ഈ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ അവർക്കറിയാം, പക്ഷെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത എന്താണ്, താങ്കളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത അല്ലെങ്കിൽ മറ്റൊരാളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത അതേ സിസ്റ്റം എടുത്തിട്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുവരാൻ കഴിയില്ല. കാരണം നമ്മുടെ റിസോഴ്സ് അനുസരിച്ച് നമ്മളീകരിച്ച് പേഴ്സണലൈസ് ചെയ്ത് വേണം സിസ്റ്റം കൊണ്ടുപോകാൻ. അതിന് സ്ട്രഗിൾ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്ക് സർവൈവൽ മോഡേ കൊടുക്കാൻ പറ്റുള്ളൂ. പ്രോഫിറ്റബിളായ ബിസിനസ്സിന് സ്കെയിലബിൾ മോഡേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ സ്കെയിലബിളായ ബിസിനസ്സിനായിരിക്കണം നമ്മൾ ഗ്ലോബലി എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. എക്സാക്ട്ലി. ഞാൻ സിസ്റ്റം ക്രിയേഷൻ എടുത്തപ്പോൾ തന്നെയാണ് ഞാനൊരു ബിസിനസ് ഓണറാണ് എനിക്ക് തോന്നിയത്. അതുവരെ ഞാനൊരു ബിസി എംപ്ലോയി ആയിരുന്നു, അതോ എൻ്റെ ഷോപ്പിൽ തന്നെ, സ്വന്തം ഷോപ്പിൽ തന്നെ ഒരു എംപ്ലോയി ട്രാപ്പ് എന്നാണ് ഈ പറഞ്ഞത്. ഓക്കെ. അതായത് ഒരു സെൽഫ് എംപ്ലോയി ട്രാപ്പിൽ നിന്ന് പുറത്തു വരാൻ കഴിയണം. അപ്പോൾ അങ്ങനെ പറ്റണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം തന്നെ വേണം. ഓക്കെ. അപ്പോൾ എനിക്കൊരു അവസാനമായിട്ടൊരു ചോദ്യം പാടും ചോദിക്കാണ്ട്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഓണർക്ക് ഒരു പക്ഷേ നമ്മളീ പറഞ്ഞ രീതിയിൽ ഒരു ബിഗ് സിസ്റ്റം ഒന്നും ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പെട്ടെന്ന് കഴിഞ്ഞോളണമെന്നില്ല. സാമ്പത്തിക സ്ഥിതിയും എല്ലാം വെച്ചിട്ടായിരിക്കും, അവരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അപ്പോൾ അവരോട് എന്താണ്, അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഈ സിസ്റ്റത്തിനെ അപേക്ഷിച്ച്? സ്റ്റാർട്ടപ്പിന് ആക്ച്വലി നമുക്ക് ചെറിയൊരു ബേസിക് ലെവലുള്ള സിസ്റ്റം ഉണ്ട്. പക്ഷേ വിഷയം എന്ന് വെച്ചാൽ സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റാത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് തന്നെയാണ് പറയാനുള്ളത്. സിസ്റ്റം ഇല്ലെങ്കിൽ പിന്നെ അവിടെ ആ ബിസിനസ് കൊണ്ട് ഒരു പ്രാധാന്യമില്ല. ഒരു സ്റ്റാർട്ടപ്പിന്റെ വിഷനിൽ അതിന്റെ സിസ്റ്റം കൂടി ഉൾപ്പെടുത്തണം. ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഒഴിച്ചു നിർത്തപ്പെടേണ്ട ഒന്നല്ല. കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ AC വെക്കുന്നു, അതിൽ ടേബിൾ കൊണ്ടിടുന്നു, അതുപോലെ അതിൻ്റെ മറ്റ് ഫർണിച്ചർ ചെയ്യുന്നു, അതുപോലെ അതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ പലപ്പോഴും പ്രൊഡക്റ്റ് എടുത്ത് വെക്കുന്നു, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സിസ്റ്റം അതുപോലെ ഇമ്പോർട്ടൻ്റ്, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആവാസ വ്യവസ്ഥയാണ്. ഇത് ഓണറുടെ ഒരു തിങ്കിലാണ് വരിക. ചിലപ്പോൾ പാർട്ട്ണറായിട്ട് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയ ഉണ്ടാവും. ഇങ്ങനെ അവരവരുടെ ഐഡിയ വെച്ച് അവരവരുടെ പ്രോസസ്സ് വെച്ചിട്ടാണ് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റാർട്ടപ്പിൻ്റെ ആളുകൾ വരുമ്പോൾ ഒരു 5 പേര് ഒന്നിച്ചു കൂടി ബിസിനസ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ 3 പേര് ഒന്നിച്ചായിരിക്കും, ചിലപ്പോൾ ഗൾഫിലായിരിക്കും ഒരാളുണ്ടാവുക. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു വർഷം കൊണ്ട് 6.5 ലക്ഷം രൂപ പോയി. അപ്പോൾ ഓരോ ബിസിനസ്സിൽ അവർ പങ്ക് ചേർന്ന് ബിസിനസ് നടത്തും, പക്ഷേ ആ ബിസിനസ് ഫ്ലോപ്പിലെത്തുന്നത് പല അഭിപ്രായമാണ്. അതേപോലെ തന്നെ ഒരു 300 ആളുകൾ ചേർന്നിട്ട് നാട്ടിലൊരു ബിസിനസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. 300 ആളുകൾ. അപ്പോൾ ഈ 300 ആളുകൾ ചേർന്ന് നടത്തിയത് റിസോർട്ടാണ്, വയനാട്ടിലാണ്. അപ്പോൾ ആ റിസോർട്ടിൽ തന്നെ ഏകദേശം 300 ആളുകൾ പ്രവാസികൾ ഒന്നിച്ചു കൂടി ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ അതിനൊരു സിസ്റ്റം ഇല്ല എന്നത്
ഇതിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് ഒരു 300 ആളുകളൊക്കെ ഒരു പാർട്ണർ എന്ന് വരുമ്പോൾ അത് ആദ്യം തന്നെ ഒരു വലിയ മിസ്റ്റേക്ക് അല്ല. അത്രത്തോളം ആൾക്കാരെ പാർട്ണർ ആക്കി വരുന്ന സമയത്ത് കോർഡിനേറ്റ് ചെയ്യാൻ ഡിസിഷൻ കോർഡിനേറ്റ് ചെയ്യാൻ ഭയങ്കര റിസ്ക് ആയിരിക്കൂല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിലവിൽ അവർ എംപ്ലോയി ലെവലായിരിക്കും. അപ്പോൾ ഈ എംപ്ലോയി ലെവലിൽ നിന്നുകൊണ്ട് ഒരു ബിസിനസ് ഉണ്ടാക്കുക എന്നത് അവരൊരു അഭിലാഷമാണ്. കാരണം 75% ആളുകളും ഇന്ന് ഓൺട്രപ്രണർ ആവുക എന്നുള്ളതാണ്. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയി ആകാൻ കഴിയണില്ല, ആളില്ല. എംപ്ലോയർ ആകാൻ എല്ലാവർക്കും താല്പര്യം അല്ലേ? അപ്പോൾ അവരെല്ലാവരും ചോദിക്കുന്ന എന്താണ്, ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ കീഴിൽ പണിയെടുക്കണ്ട, സ്വന്തമായിട്ടൊരു ബിസിനസ്. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈൻ പഠിക്കുക, അക്കൗണ്ട്സ് പഠിക്കുക, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഇൻഫ്ലുവൻസർ ആവുക എന്നുള്ളതാണ്. അവർ സ്വയം അല്ലേ ഇൻഫ്ലുവൻസർ ആവുക, പിന്നെ അവർ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അവർക്ക് ഫ്രീഡമാണ് വേണ്ടത്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ഫ്രീഡമാണ് വേണ്ടത്. ഈ ഫ്രീഡത്തിന് വേണ്ടി ഇവർ പ്രവർത്തിക്കുകയാണ്. അതിലേറ്റവും വലിയ ഈ ഫ്രീഡം മൈൻഡ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവർ ഓൺട്രപ്രണർ ആകാൻ വരും. സത്യത്തിൽ അവർ ആരാണ്? ട്രാക്കിൽ പെട്ടവരല്ല, അവർ ട്രാപ്പിൽ പെട്ടവരാണ്. ട്രാക്കിലല്ല, ട്രാപ്പിലാണ്. ഓക്കെ, അപ്പോൾ ട്രാപ്പിൽ പെട്ടുകൊണ്ട് അവർ താഴേക്ക് ആ ബിസിനസ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ നഷ്ടം വരുന്നതിൻ്റെ പ്രശ്നം എന്താണ്? ആദ്യം തന്നെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു വെക്കണം. എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് കയ്യിലുള്ള പ്രൊഡക്റ്റ്, ആർക്കാണത് കൊടുക്കാൻ പോകുന്നത്, അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഏത് രീതിയിൽ വേണം ഇതിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ വേണ്ടത്. ഇപ്പോൾ മാർക്കറ്റിംഗ് പ്ലാനൊക്കെ സെറ്റാക്കി നല്ല പ്രൊഡക്റ്റ് കൊണ്ടുവന്നു, പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, പ്രൈസിങ് സ്ട്രാറ്റജി കൊണ്ടുവന്നു, ടീമിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള എല്ലാം കൊണ്ടുവന്നു. പക്ഷേ അവിടെ ലിമിറ്റഡ് മാർക്കറ്റിലേക്ക് ഓരോ ആഴ്ചയിലും മാറ്റം വരുന്ന തൻ്റെ മാർക്കറ്റിംഗ് പാനലുകൾ, ചാനലുകൾ, സപ്ലൈ ചെയിനുകളൊക്കെ മാറ്റം വരുത്തണം. ഇതൊന്നും മാറ്റം വരുന്നതിനെ കുറിച്ച് അറിയില്ല. സോ ഒരു ഒപ്റ്റിമൈസേഷൻ തന്നെ ഇല്ല. അപ്പോൾ സിസ്റ്റം ഉണ്ടാക്കിയാൽ പോരാ. നമ്മൾ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ പ്ലസ് പോയിന്റ് ഓഫ് സെയിൽ പ്ലസ് പോയിന്റ് ഓഫ് മാർക്കറ്റ് പ്രൊസീജിയർ ഒപ്റ്റിമൈസേഷൻ മോഡൽ, ഇങ്ങനെ 4 കാര്യമാണ്. ആക്ച്വലി സിസ്റ്റം 3 ഉള്ളൂ. പോയിന്റ് ഓഫ് സെയിൽ ഉണ്ട്, അതുപോലെ തന്നെ പോയിന്റ് ഓഫ് മാർക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ട്. പക്ഷേ ഈ 3 എണ്ണത്തിനെയും കോർ ചെയ്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വർക്ക് ഫ്ലോ പ്രോപ്പറായി പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊസീജിയർ ഒപ്റ്റിമൈസേഷൻ മോഡൽ കൂടി വേണം. ഓക്കെ, അതുകൊണ്ട് സ്റ്റാർട്ടപ്പുകൾക്കും സിസ്റ്റം ഇല്ലാതെ പറ്റില്ല, അത് വേണം. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് സ്റ്റാർട്ടപ്പുകൾക്ക് പറ്റുന്ന സംവിധാനം നമുക്കുണ്ട്. അത് ചെറിയ രീതിക്ക് തന്നെ നമ്മൾ തുടങ്ങി വെക്കുന്നുണ്ട് ബേസിക് ലെവലിൽ. ഇപ്പോൾ വേൾഡിൻ്റെ തന്നെ അവർ 3 വർഷം ബിസിനസ് നടത്തിയിട്ട് വേണ്ടതുപോലെ അല്ലാതെ എംപ്ലോയി ട്രാപ്പിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ സാർ, അപ്പോൾ നമ്മൾ ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഇല്ല, അതേപോലെ സ്റ്റാഫിനൊന്നും ചോദിക്കാനില്ലെങ്കിൽ അവിടെ ഒരു ട്രെയിനിങ്ങും ഇല്ല. അത് മാത്രമല്ല, പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ മാത്രമല്ല ബിസിനസിന്റെ യഥാർത്ഥ ഗ്രോത്ത് എന്നുള്ളതാണ് ഈ പോഡ്കാസ്റ്റിൽ നിന്നുള്ള ഹൈലൈറ്റ്. എക്സാക്ട്ലി. അപ്പൊ സാർ നമുക്ക് ഇന്നത്തെ ഇവന്റ് അവസാനിപ്പിക്കല്ലേ? നമുക്ക് അടുത്ത ആഴ്ച വേറെ ആയിക്കോട്ടെ. ഓക്കെ, ബിസിനസ് പ്രൈം ടോക്കിലെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ? ഓക്കെ, താങ്ക് യു.